പാണ്ഡുരാജൻ വസന്തകാലത്തിൽ ഒരു ദിവസം തൻ്റെ പത്നിയായ മാദ്രിയോടൊപ്പം വനത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങി. എങ്ങും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സൗന്ദര്യവും ഇളംകാറ്റിൽ അലയടിച്ചെത്തുന്ന അവയുടെ സൗരഭ്യവും ആസ്വദിച്ചുകൊണ്ട് നടന്ന ഇരുവരും ഒരു നിമിഷം വികാരവായ്പോടെ കിന്തമന്റെ ശാപവാക്കുകൾ മറന്ന് ആലിംഗനബദ്ധരായി. ആ നിമിഷം തന്നെ ശാപം ഫലിച്ചു. വെട്ടിയിട്ട വാഴത്തടി പോലെ പാണ്ഡുരാജൻ മരിച്ചു വീണു. പാണ്ഡുരാജന്റെ മരണവാർത്തയറിഞ്ഞ കുന്തി ഓടിയെത്തി ഭർത്തൃശരീരത്തിൽ കിടന്നവളും അലമുറയിട്ട് കരഞ്ഞു. അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ച മുനിമാർ പാണ്ഡുരാജന്റെ മൃതശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നിമാരെയും മക്കളെയും ഹസ്തിനപുര രാജധാനിയിലെത്തിച്ചു. ഹസ്തിനപുരത്തിലെത്തിയ പാണ്ഡുവിന്റെ മൃതദേഹം കണ്ട ബന്ധുജനങ്ങളും പ്രജകളും വാവിട്ട് കരഞ്ഞു. ധൃതരാഷ്ട്ര രാജന്റെ മേൽനോട്ടത്തിൽ പാണ്ഡുവിന്റെ മൃതദേഹം രാജോചിതമായി സംസ്കരിച്ചു. ഭർത്തൃമരണത്തിന് ഉത്തരവാദിയെന്ന് സ്വയം മനസ്സിൽ തോന്നിയ മാദ്രി പാണ്ഡുരാജന്റെ ചിതയിൽ ചാടി മരണം വരിച്ചു. പാണ്ഡുരാജന്റെ ഉദകക്രിയകൾ യഥാവിധി അനുഷ്ഠിച്ചു. ബന്ധുജനങ്ങളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി തൻ്റെ മാതാവായ സത്യവതിയെയും കൂട്ടി കാട്ടിലേക്ക് പോയി. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ കാണാൻ അമ്മ രാജധാനിയിൽ ഇല്ലാതെയിരിക്കുകയാണ് നല്ലതെന്ന് ജ്ഞാനിയായ അദ്ദേഹം കരുതിയിരിക്കണം. അംബികയും അംബാലികയും അവരുടെ കൂടെ പുറപ്പെട്ടു. ശേഷിച്ച ജീവിതകാലം അവരും കാട്ടിൽ തപസ് ചെയ്ത് കഴിച്ചുകൂട്ടി.